ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. എഫേസ്യർ 4-ാം 24-ാം വാക്യം. പുതുക്കം നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. പഴയ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ പതിവ് രീതികളിൽ തളച്ചിടപ്പെട്ട് കരകയറാനാവാതെ വിഷമിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ആത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന പുതുക്കം ഉള്ള ഒരു ജീവിതത്തെക്കുറിച്ച്. ഓരോ ദിവസവും ജീവിതത്തിൽ പുതുക്കം പ്രാപിച്ച് പടിപടിയായി വളരുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം ആകുന്നു. മാറ്റമില്ലാത്ത ഈ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രകാശനം, നമുക്ക് ലഭിക്കുന്ന അറിവ്, അത് പുതിയ പുതിയ ചുവടുവെപ്പുകൾ നടത്തുവാൻ നമ്മെ സഹായിക്കുന്നു. പഴയ മനുഷ്യൻ അല്പാൽപമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഓരോ ദിവസവും മാറ്റപ്പെടുന്നു. വചനമാകുന്ന വെള്ളത്താൽ നാം കഴുകൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നീതിയിലും വിശുദ്ധിയിലും നാം ദൈവാനുരൂപമായി മാറുകയാണ് എന്നാണ് ഈ വചനം പറയുന്നത്. ഏദനിൽ നമുക്കുണ്ടായിരുന്ന ദൈവത്തോട് തുല്യമായ ആ ദൈവ സാദൃശ്യം പാപത്താൽ നമ്മിൽ നിന്നും മാറ്റപ്പെട്ടു പോയ ആ സാദൃശ്യത്തിലേക്ക് പാപം നീങ്ങി, കറകൾ മാറ്റി, ചുളുക്കം മാറി പടിപടിയായി ആ ദൈവ സാദൃശ്യത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരുന്ന ഈ വിലയേറിയ ആത്മാവിനെ കുറിച്ചാണ് നാം ബോധവാന്മാരായിരിക്കേണ്ടത്. പുതുമനുഷ്യനെ ധരിച്ച് വചനം നൽകുന്ന പുതിയ ചിന്തകളെ പ്രായോഗിക തലത്തിലെത്തിച്ച് ഈ ഭൂമിയിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആത്മാവിൻ്റെ ഭാഷ നാം സംസാരിക്കേണ്ടതായുണ്ട്. നാം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ആത്മാവിൻ്റെ ഭാഷയിൽ നാം സംസാരിച്ച് ആത്മീയ നിലവാരത്തിൽ വളർന്ന് ഏദനിൽ ദൈവം ആത്മാവായിരുന്നതുപോലെ നാമും ആത്മീക വർധന അടഞ്ഞ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ എന്ന തികവിലേക്ക് വളരുകയാണ്. പ്രിയരെ, ദൈവാത്മാവിനെക്കുറിച്ച് വചനത്തിൽ നിന്നും കൂടുതൽ വായിച്ച് പഠിച്ച് ആത്മാവിൻ്റെ ഭാഷ സംസാരിച്ച് ഈ ഭൂമിയിൽ അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.